أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم يقولون افترى على الله كذبا فإن يشأ الله يختم على قلبك ويمحو الله الباطل ويحق الحق بكلماته إنه عليم بذات الصدور. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. വിനീതരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, നമ്മുടെ ഈ ഒത്തുചേരൽ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നതിന്റെ ആവശ്യകത ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ചില കാര്യങ്ങൾ, പുതിയ ചില ആശയങ്ങളുമായി ഊരുചുറ്റുന്ന ചിലർ അവതരിപ്പിച്ചപ്പോൾ വിശുദ്ധ ഇസ്ലാം പ്രസ്തുത വിഷയങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് ഇവിടെ ഇന്ന് ഈയുള്ളവൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഐഹിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിൽ അവൻ നിർവഹിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു ബാധ്യതയുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ആ ബാധ്യതയെ സംബന്ധിച്ച് റസൂലുള്ളാഹിയുടെ സഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിന്റെ 2856 ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു വാഹനപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ മുആദ്, ഹൽ തദ്രി ഹഖ്ഖല്ലാഹി അലാ ഇബാദി വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്? അല്ലാഹുവിന്റെ ഒരു അടിമക്ക് അല്ലാഹുവിനോട് നിർവഹിക്കാനുള്ള ബാധ്യത എന്താണ് എന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന് തന്റെ അടിമയോട് നിർവഹിക്കാനുള്ള ബാധ്യത എന്താണ് എന്ന് നിനക്കറിയുമോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവും റസൂലുമാണ് നന്നായി അറിയുക. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിശദീകരിച്ചു കൊടുത്തു, فإن حق الله على العباد أن يعبدوه ولا يشركوا به شيئا. ഒരു അടിമക്ക് തന്റെ റബ്ബിനോടുള്ള ബാധ്യത അയ്യഅബുദൂഹു, ആ റബ്ബിനെ മാത്രം ആരാധിക്കലാണ്. വലാ യുശ്രികൂ ബിഹി ശൈആ, അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കരുത് എന്നതാണ്. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ ശിർക്ക് ചെയ്യാതെ ഐഹിക ലോകത്ത് ജീവിക്കുക എന്നതാണ് ഒരു അടിമക്ക് തന്റെ റബ്ബിനോട് ചെയ്യാനുള്ള ബാധ്യത എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ആ ബാധ്യത ഐഹിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ നിർവഹിക്കേണ്ടതുണ്ട്. ആ ബാധ്യത ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുക എന്നതാണ് ഒരു മനുഷ്യന് ലോകത്ത് നിർവഹിക്കാനുള്ള അടിസ്ഥാനപരമായ ധർമ്മം. എന്തുകൊണ്ട് ഈ ഒരു പ്രഭാഷണം ഇങ്ങനെ ആരംഭിച്ചു എന്ന് ആരെങ്കിലും സംശയിക്കുന്നുവെങ്കിൽ അതിനടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് ഇസ്തിഗ്ഫാർ ചെയ്യാം, പൊറുക്കലിനെ ചോദിക്കാം എന്ന തത്വം ഒരു മനുഷ്യൻ ഇത്രയും വ്യക്തമായി അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗ്ഫാർ ചെയ്യാം, പൊറുക്കലിനെ ചോദിക്കാം എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ് എന്ന് വാദിക്കാൻ ലോകത്ത് ആരാണുണ്ടാവുക? ആർക്കാണത് തൗഹീദാണ് എന്ന് പറയാൻ കഴിയുക? കാരണം വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അടിക്കടി മനുഷ്യരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നൂറുകണക്കിന് ആയത്തുകൾ ആ വിഷയത്തിൽ മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില ആയത്തുകൾ മാത്രമേ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിലെ 104 ആയത്തിൽ അല്ലാഹു പറയുന്നു, അലം യഅലമു അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഖുദു സദഖാതി വഅന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം. അലം യഅലമു അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത, അവർക്കറിഞ്ഞുകൂടെയോ, അവർക്കറിവില്ലയോ? ഹുവ യഖ്ബലു തൗബത അൻ ഇബാദിഹി, അള്ളയാണ് തീർച്ചയായും തന്റെ അടിമയുടെ തൗബ സ്വീകരിക്കുക. അള്ളയാണ് തന്റെ അടിമയുടെ തൗബ സ്വീകരിക്കുക എന്ന വിവരം അവർക്കറിഞ്ഞുകൂടെയോ? വയഖുദു സദഖാത്, അവർ നിർവഹിക്കുന്ന സദഖകൾ, ധർമ്മങ്ങൾ സ്വീകരിക്കുന്നവൻ അല്ലാഹുവാണെന്ന് അവർക്കറിഞ്ഞുകൂടെയോ? വഅന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, അവനങ്ങേറ്റം കരുണ ചെയ്യുന്നവനാണോ? അല്ലാഹുവാണ് തൗബ സ്വീകരിക്കുന്നത് എന്ന വിവരം അവരറിഞ്ഞില്ലേ?
ഖുർആനാ ചോദിക്കുന്നത് ഖുർആനിന്റെ ചോദ്യമാണ്. അലം യഅലമു, അവരറിഞ്ഞില്ലേ, അവര് പഠിച്ചില്ലേ, അവർക്ക് ഇൽമില്ലേ? അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത അൻ ഇബാദിഹി, അല്ലാഹു ആണ് തീർച്ചയായും തന്റെ അടിമയിൽ നിന്ന് തൗബ സ്വീകരിക്കുക. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തു ഗാഫിറിന്റെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളിൽ, ഹമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം ഗാഫിറിൽ ദംബി വഖാബിലിത് തൗബ ശദീദുൽ ഇഖാബി ദിത് തൗൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. തീർച്ചയായും ഈ വേദഗ്രന്ഥം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. പ്രതാപശാലിയായ അഗാധജ്ഞനായ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ. ആരാണ് ആ റബ്ബ്? ആരാണ് ആ അല്ലാഹ്? ഗാഫിറിൽ ദംബി വഖാബിലിത് തൗബ, പാപങ്ങൾ പൊറുക്കുന്നവൻ അവനാണ്, തൗബകൾ സ്വീകരിക്കുന്നവൻ അവനാണ്. അതിനു പുറമെ ശദീദുൽ ഇഖാബ്, ഭയാനകമായ ശിക്ഷ, ആ ശിക്ഷയ്ക്ക് കഴിവുള്ളവനും അവനാണോ? ദിത്തൗൽ, അപാരമായ കഴിവുകളുടെ ഉടമയാണവൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ മറ്റൊരാരാധ്യനില്ല. ഇലൈഹിൽ മസീർ, അവനിലേക്കാണ് മടക്കം, അവങ്കലേക്കാണ് മടക്കം. അവൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ദിത്തൗൽ, അപാരമായ കഴിവുകളുടെ ഉടമയാണവൻ. അതുപോലെ തന്നെ ശദീദുൽ ഇഖാബ്, ശക്തമായി ശിക്ഷിക്കാൻ കഴിയുന്നവനാണവൻ. അപ്രകാരം തന്നെ അവന്റെ സിഫത്ത് ഗാഫിറുൽ ദംബ്, പാപങ്ങൾ പൊറുക്കുന്നവനാണവൻ. അതുപോലെ തന്നെ വഖാബിലുത് തൗബ, തൗബ സ്വീകരിക്കുന്നവനാണവൻ. അല്ലാഹുവിന് മാത്രമുള്ള സിഫത്താണ് ഈ പറയുന്നത്, അല്ലാഹുവിന് മാത്രമുള്ള വിശേഷണമാണ് ഈ പറയുന്നത്. ഈ വിശേഷണം മറ്റാർക്കുമില്ല. ഗാഫിറുൽ ദംബ്, പാപങ്ങൾ പൊറുക്കുന്നവൻ എന്ന വിശേഷണം അല്ലാഹുവിന് മാത്രമുള്ളതാണ്. ഖാബിലുത് തൗബ, തൗബ സ്വീകരിക്കുന്നവൻ എന്ന വിശേഷണം അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ ശദീദുൽ ഇഖാബ് എന്ന വിശേഷണം അല്ലാഹുവിന് മാത്രമുണ്ട്, അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നു. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തു തഹ്രീമിന്റെ 8-ാം സൂക്തം, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, ഏ വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങൂ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ. തൗബതൻ നസൂഹാ, ആത്മാർത്ഥമായ നിലക്ക് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ ജനങ്ങളെ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ വിശ്വാസികളെ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യൂ ജനങ്ങളെ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങൂ വിശ്വാസികളെ. അവനാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. വതൂബൂ ഇലല്ലാഹി ജമിഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വീണ്ടും വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നു, മനുഷ്യരെ, വതൂബൂ ഇലല്ലാഹി ജമിഅ, നിങ്ങളുടെ മുഴുവൻ തൗബകളും നിങ്ങളുടെ മുഴുവൻ പശ്ചാത്താപങ്ങളും അല്ലാഹുവിലേക്ക് മാത്രമാക്കിക്കോ. അയ്യുഹൽ മുഅ്മിനൂൻ, ഓ മുഅ്മിനീങ്ങളെ, ഓ വിശ്വാസികളെ, ഓ ഈമാനുള്ളവരെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, മലക്കുകളിൽ വിശ്വസിച്ചവരെ, പരലോകത്തിൽ വിശ്വസിച്ചവരെ, അന്ത്യനാളിൽ വിശ്വസിച്ചവരെ, ഈമാനുള്ളവരെ, തൂബൂ ഇലല്ലാഹി ജമിഅ അയ്യുഹൽ മുഅ്മിനൂൻ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുഴുവൻ തൗബകൾ മുഴുവനായും അല്ലാഹുവിലേക്ക് സമർപ്പിച്ചോ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പാരത്രിക ലോക വിജയം ലഭിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമുക്കത് പറഞ്ഞു തരുന്നു. ഇനിയും കേട്ടോ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 106-ാമത്തെ ആയത്ത്, വസ്തഗ്ഫിരില്ലാഹ ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ, അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ, അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കൂ. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ, കാരണം അല്ലാഹു ആണ് ഗഫൂർ, അള്ളയാണ് പാപം പൊറുക്കുന്നവൻ, അവനാണ് റഹീം. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു, വിശുദ്ധ ഖുർആൻ വീണ്ടും ആവർത്തിക്കുന്നു, ഓ പ്രവാചകരെ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. തീർച്ചയായും അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നാൽ,
അവനിൽ നിന്നുള്ള വിജയം നിങ്ങളിൽ എത്തിയാൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി സംഘം സംഘമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്നത് ഓ പ്രവാചകരെ തങ്ങൾ കണ്ടാൽ താങ്കൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞു, തസ്ബീഹുകൾ അർപ്പിച്ചോ, ബിഹംദി റബ്ബിക താങ്കൾ റബ്ബിന് ഹംദുകൾ സമർപ്പിക്കുന്നതോടൊപ്പം അൽഹംദുലില്ലാഹ് പറയുന്നതോടൊപ്പം വസ്തഗ്ഫിറുഹു അവനോട് താങ്കൾ പൊറുക്കലിനെ ചോദിച്ചോ പ്രവാചകരെ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ. ഇന്നഹു കാന തവ്വാബ കാരണം നിശ്ചയം അവനാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, അവനാണ് തൗബ സ്വീകരിക്കുന്നവൻ. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു, വിശുദ്ധ ഖുർആൻ ഹൂദ് 2-3 ആയത്തുകൾ, അല്ലാ തഅബുദു ഇല്ലല്ലാഹ് ഇന്നനീ ലകും മിൻഹു നദീറുൻ വബശീർ. പ്രവാചകന്മാർ ജനങ്ങളോട് പറയുന്നു, ജനങ്ങളെ അല്ലാ തഅബുദു ഇല്ലല്ലാഹ് അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്. ഇന്നനീ ലകും മിൻഹു നദീറുൻ വബശീർ തീർച്ചയായും ഞാൻ നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ്, ഞാൻ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് താക്കീത് നൽകുകയും സുവാർത്തകൾ അറിയിക്കുകയും ചെയ്യുന്ന, ഇൻദാർ ചെയ്യുന്ന, തബ്ശീർ ചെയ്യുന്ന എന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണമെന്ന് പ്രവാചകന്മാർ ജനങ്ങളോട് പറയുന്നു. എന്നിട്ട് ആ പ്രവാചകന്മാർ അതോടൊപ്പം ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ ജനങ്ങളെ. പ്രവാചകന്മാർ ജനങ്ങളോട് പറയുന്ന വാചകം വിശുദ്ധ ഖുർആൻ ഹൂദ് 2-3 ആയത്തുകളിലായി പറയുന്നു, ഓ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണേ, അവനോട് പശ്ചാത്തപിച്ച് മടങ്ങണേ. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത്യുന്നതമായ വിഭവങ്ങൾ നൽകിയവൻ അവനാണ്, ഔദാര്യങ്ങൾ നൽകിയവൻ അവനാണ്, ധാരാളം ഫളലുകൾ നിങ്ങൾക്ക് നൽകിയവൻ അവനാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഔദാര്യം ആസ്വദിച്ചുകൊണ്ട് ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അവനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണേ, അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണേ. വഇൻ തവല്ലൗ ഇനി അതല്ല നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ വരാനുള്ള ഭയാനകമായ ഒരു ദിവസമുണ്ട്, വരാനുള്ള ഏറ്റവും ഭീതിജനകമായ ഒരു ദിവസമുണ്ട്. ആ പാരത്രിക ലോകത്തെ ജീവിതം, ആ ജീവിതത്തെ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നുണ്ട്, അന്നത്തെ ശിക്ഷ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നുണ്ട്. ആ ലോകത്ത് നിങ്ങൾ ശിക്ഷക്കർഹരാകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട് ജനങ്ങളെ. ആയതിനാൽ ഇസ്തഗ്ഫിറൂ റബ്ബക്കും നിങ്ങൾ നിങ്ങൾ റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങൂ, അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കൂ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വീണ്ടും വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ 147-ാമത്തെ ആയത്തിൽ പറയുന്നു, വിശ്വാസികളുടെ പ്രഖ്യാപനം, വിശ്വാസികളുടെ ഇസ്തിഗ്ഫാർ, വിശ്വാസികളുടെ പാപമോചനം. വമാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലു റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വതബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. വിശ്വാസികൾ അവർ റബ്ബിനോട് ദുആ ചെയ്യുന്നു, അവർ പൊറുക്കലിനെ ചോദിക്കുന്നു. അവരുടെ വാക്കുപ്രകാരമാണ് റബ്ബനാ ഇഗ്ഫിർ ലനാ നാഥ ഞങ്ങൾക്ക് നീ പൊറുത്തുതാ, റബ്ബേ ഞങ്ങളോട് ഞങ്ങൾക്ക് നീ പൊറുത്തുതാ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ മായിച്ചതാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അതിരുകവിഞ്ഞു പോയി, ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങൾ അതിര് വിട്ടുപോയി, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുനാഥ. അവിശ്വാസികളായ നന്ദികെട്ട ആളുകളിൽ നിന്ന് ഞങ്ങളെ നീ സഹായിക്കണം നാഥ, അവരുടെ മേൽ ഞങ്ങൾക്ക് നീ സഹായം ഏർപ്പെടുത്തണം നാഥ. വിശ്വാസികൾ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്ന, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്ന വാക്കതാണെന്ന് ഖുർആൻ. വീണ്ടും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു വിശ്വാസികളുടെ വാചകം, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ ഞങ്ങളുടെ നാഥാ, ഇന്നനാ സമിഅനാ ഞങ്ങൾ കേട്ടു, മുനാദിയൻ യുനാദി ലിൽ ഈമാൻ ഒരാളിതാ ഈമാനിലേക്ക് വിളിക്കുന്നത് ഞങ്ങൾ കേട്ടു, വിശ്വാസത്തിലേക്ക് വിളിക്കുന്നത് ഞങ്ങൾ കേട്ടപ്പോൾ മടിച്ചു നിൽക്കാതെ അറച്ചു നിൽക്കാതെ ഫആമന്നാ ഞങ്ങൾ
വിശ്വസിച്ചു നാഥാ, ആയതിനാൽ ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങളെ, വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളിൽ സംഭവിച്ചു പോയ തിന്മകൾ, ഞങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ഞങ്ങളിൽ നിന്ന് നീ മായ്ച്ചു കളയണേ നാഥാ, വതവഫനാ മഅൽ അബ്റാർ, പുണ്യം ചെയ്ത മനുഷ്യരോടൊപ്പം ഞങ്ങളെ നീ മരിപ്പിക്കണേ നാഥാ, നന്മ ചെയ്ത മനുഷ്യരോടൊപ്പം ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാഥാ, അവരോടൊപ്പം നീ ഞങ്ങളെ മരണപ്പെടുത്തണേ നാഥാ എന്ന് വിശ്വാസികൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമെന്ന് ഖുർആൻ. ആ പ്രാർത്ഥന റബ്ബിനോടാണ്, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ നാദങ്ങൾ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പൊറുത്തുതാ, അപ്രകാരം തന്നെ ഞങ്ങളുടെ തെറ്റുകൾ നീ മായ്ച്ചതാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തുതാ. വിശുദ്ധ ഖുർആൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇസ്തിഗ്ഫാർ, നമ്മുടെ പിതാവിന്റെ ഇസ്തിഗ്ഫാർ, നമ്മുടെ മാതാവിന്റെ ഇസ്തിഗ്ഫാർ, ഖാല റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം ഹവ്വ ദമ്പതികൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബനാ ലലംനാ അൻഫുസനാ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയി, വഇൻ ലം തഗ്ഫിർ ലനാ, നാദാ നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, പിന്നെ ഞങ്ങളോട് കരുണ കാണിക്കാൻ മറ്റാരുമില്ല, പിന്നെ ഞങ്ങൾക്ക് പുറത്തു തരാൻ മറ്റാരുമില്ല, ഞങ്ങൾ പരാജിതരായി പോകുന്നതാ, ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് ആദം ഹവ്വ ദമ്പതികൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയെന്ന് വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് അറാഫിന്റെ 23-ാം സൂക്തത്തിലൂടെ പ്രഖ്യാപിക്കുന്നു. ലോകം കണ്ട അതീശാധികാരി എന്ന് പറയപ്പെടുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഒരുപാട് അധികാരത്തിന്റെ മേഖലകൾ കടന്നെത്തിയ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു കാറ്റിനെ കീഴടക്കി കൊടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ജിന്നുകളെ ഭരിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, പക്ഷിമൃഗാദികളുമായി സംസാരിച്ച മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ എല്ലാവിധ അധികാരവും തനിക്ക് ലഭിച്ച ഘട്ടത്തിലും എല്ലാവിധ അധികാരത്തിന്റെയും സോപാനത്തിൽ വളരെ സുന്ദരമായി രാജകീയമായി ജീവിക്കുന്ന ഘട്ടത്തിലും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആൻ സൂറത്തു സാദിന്റെ 34-ാം സൂക്തത്തിൽ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, വലഖദ് ഫതന്നാ സുലൈമാന വഅൽഖൈനാ അലാ കുർസിയിഹി ജസദാ സുമ്മ അനാബ ഖാല റബ്ബി ഇഗ്ഫിർ ലീ വഹബ് ലീ മുൽക്കൻ ലാ യൻബഗി ലിഅഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹ്ഹാബ്. നാഥാ, ഈ ഭരണാധികാരി, ഈ രാജാവ് നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, റബ്ബി ഇഗ്ഫിർ ലീ, എനിക്ക് നീ പുറത്തുതാ നാഥാ, എനിക്ക് നീ പുറത്തുതാ നാഥാ. സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുവെന്ന് ഖുർആൻ. വീണ്ടും നോക്കൂ വിശുദ്ധ ഖുർആൻ ഹൂദ് 50 മുതൽ 52 വരെയുള്ള ആയത്ത്. അവിടെ അല്ലാഹ് പറയുന്നു, വഇലാ ആദിൻ അഖാഹും ഹൂദാ, ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെ നാം നിയോഗിച്ചു. ആ ഹൂദ് നബി തന്റെ ജനതയോട് പറയുന്നു, യാ ഖൗമി, ഓ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ, മലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ മറ്റൊരാരാധ്യം നിങ്ങൾക്കില്ല, അവനല്ലാതെ മറ്റൊരാരാധ്യം നിങ്ങൾക്കില്ല. എന്നാൽ നിങ്ങളാകട്ടെ അവന്റെ മേൽ വ്യാജം വെച്ച് കെട്ടുകയാണ്, അവന്റെ മേൽ കളവ് പറയുകയാണ്. എന്നിട്ട് മഹാനായ ഹൂദ് നബി അവരോട് പറയുന്നു, യാ ഖൗം, ഓ ജനങ്ങളെ, ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇൻ അജ്രിയ ഇല്ലാ അലല്ലദീ ഫതറനി അഫലാ തഖിലൂൻ. ഈ ഹൂദ് വന്ന് നിങ്ങളോട് എന്തെങ്കിലും സഹായം ചോദിക്കുന്നില്ല, നിങ്ങളോടൊരു പ്രതിഫലം ചോദിക്കുന്നില്ല, പകരം എനിക്ക് പ്രതിഫലം തരൂ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. നേരെ മറിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം എന്നെ സൃഷ്ടിച്ച, എന്നെ സംവിധാനിച്ച റബ്ബുൽ ആലമീനായ അല്ലാഹു എനിക്ക് നൽകുന്ന പ്രതിഫലം മാത്രമാണ്. അതിനപ്പുറം ഒരു പ്രതിഫലം ഓ ജനങ്ങളെ നിങ്ങൾ എനിക്ക് തരണ്ട എന്ന് ആദ്യ സമൂഹത്തോട് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചിട്ട് ആ ജനങ്ങളോട് മഹാനായ ഹൂദ് നബി പ്രഖ്യാപിക്കുന്നു, യാ ഖൗമോ ജനങ്ങളെ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കൂ ജനങ്ങളെ, സുമ്മ തൂബൂ ഇലൈഹി, പിന്നെ നിങ്ങൾ അവരിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങൂ ജനങ്ങളെ.
ചെയ്താൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയസിദുകും ഖുവതൻ ഇലാ ഖുവതികും വലാ തതവല്ലൂ മുജ്രിമീൻ. ആ റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നതിനനുസരിച്ചുകൊണ്ട് വാനലോകത്ത് നിന്നവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. ജനങ്ങളെ, നിങ്ങൾക്കുള്ള ശക്തിയേക്കാൾ കൂടുതൽ ശക്തി നൽകിക്കൊണ്ട് നിങ്ങൾ അവൻ ആദരിക്കും. ജനങ്ങളെ, ആയതിനാൽ കുറ്റവാളികളായി നിങ്ങൾ ഇനിയും പിന്തിരിഞ്ഞു പോകല്ല. ജനങ്ങളെ, അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ. ജനങ്ങളെ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ ആദ് സമൂഹത്തോട് പ്രഖ്യാപിച്ചു വന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിന്റെ 50-52 ആയത്തുകളിൽ പ്രഖ്യാപിക്കുമ്പോൾ അതാ മറ്റൊരു പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ അതേ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ തന്നെ 61-ാം സൂക്തത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നു, വഇലാ തമൂദ് അഖാഹും സാലിഹാ. അത് മറ്റൊരു പ്രവാചകൻ. ആരാണ് ആ പ്രവാചകൻ? തമൂദ് ഗോത്രത്തിലേക്ക് കടന്നു വന്ന മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ സ്വാലിഹ് നബി ജനങ്ങളോട് പറയുന്നു, യാ ഖൗമോ, ജനങ്ങളെ, ഉബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ. മലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവരല്ലാതെ മറ്റൊരു ആരാധ്യം നിങ്ങൾക്കില്ല. ഹുവ അൻശാകും മിനൽ അർളി വസ്തഅമറകും ഫിഹാ ഫസ്തഗ്ഫിറൂ. നിങ്ങൾക്ക് അവനാണ് ഭൂമിയിൽ ജീവിക്കാൻ ഇടം തന്നത്. നിങ്ങൾക്ക് ഭൂമിയിൽ വിത്തുകൾ മുളപ്പിച്ചു തന്നവൻ അവനാണ്. അതുപോലെ ആയുസ് നൽകിയവൻ അവനാണ്. അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കൂ, പിന്നെ അവരിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങൂ. ഇന്ന റബ്ബീ ഖരീബും മുജീബ്. എന്റെ റബ്ബ് അവൻ ഖരീബാണ്, സമീപസ്ഥനാണ്. ഒരു ഇടയാളന്റെ ആവശ്യമില്ലാത്ത വിധം അവൻ ഖരീബാണ്, സമീപസ്ഥനാണ്. മുജീബ്, അവനോടെന്തെങ്കിലും ചോദിച്ചാൽ അവൻ ഉത്തരം നൽകുന്നതുമാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവസാനിക്കുന്നില്ലല്ലോ. ഖുർആൻ ആവർത്തിച്ച് പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞ പ്രഖ്യാപനമായി പറയുന്നത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും. ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കൂ, റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കൂ, എന്നോട് പൊറുക്കലിനെ ചോദിക്കൂ എന്ന് പറഞ്ഞൊരു പ്രവാചകൻ ലോകത്ത് വന്നിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകനോട് പൊറുക്കലിനെ ചോദിക്കൂ എന്ന് പറഞ്ഞൊരു പ്രവാചകനും ലോകത്തില്ല. പ്രവാചകന്മാർ അഖിലം എത്രത്തോളം അവ്വലുർ റുസുൽ എന്ന് സ്ഥാനം നൽകപ്പെട്ട മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും ലോകത്തോട് പ്രഖ്യാപിക്കുന്നു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുക, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. അവനോട് നിങ്ങൾ പാപമോചന പ്രാർത്ഥന നടത്തുക. അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചന പ്രാർത്ഥന നടത്തുക. അതാണ് തൗഹീദ്, അതാണ് തൗഹീദ്. അതിന് വിരുദ്ധമായതുണ്ടോ അതാണ് ശിർക്ക്. ഇത് പ്രവാചകന്മാർ സമൂഹത്തെ പഠിപ്പിച്ചു. എന്നാൽ ഇവിടെയോ ഇവിടെ എന്തിന് സ്റ്റേജ് കെട്ടി? എന്തിനിവിടെ മുഖാമുഖം നടത്തി? എന്തിനിവിടെ വാദപ്രതിവാദം നടത്തി? എന്തിനിവിടെ ചോദ്യോത്തര സെക്ഷൻ വെച്ചു? അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് പാപമോചന പ്രാർത്ഥന നടത്താം എന്ന് സമർത്ഥിക്കാൻ, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് പാപമോചന പ്രാർത്ഥന നടത്താം എന്ന് സമർത്ഥിക്കാൻ ഒരു വട്ടമല്ല, രണ്ടു വട്ടമല്ല, 3 വട്ടമല്ല, ആവർത്തിച്ച് വരുന്ന ആ വാചകത്തിന്റെ ഒരു ഭാഗം കൃത്യമായി തന്നെ നിങ്ങൾക്ക് കാണാവുന്ന രൂപത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. ആ പ്രഭാഷണത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വന്നുപോയ വാചകങ്ങൾ. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ ഒരിക്കലും ഈ ആയത്തിന്റെ അർത്ഥം അത് ഞാൻ സ്വന്തം പറഞ്ഞതല്ല. അല്ലെങ്കിൽ ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാപമോചന പ്രാർത്ഥന നടത്താം എന്നൊരർത്ഥമുണ്ട് എന്നും ഞാൻ സ്വന്തം പറഞ്ഞതല്ല. നേരെ തഫ്സീറിന്റെ ഗ്രന്ഥം വായിച്ചാണ് പറഞ്ഞത്. മുസ്ലിം ലോകം അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രവാചകനോട് ഈ പ്രാർത്ഥന, അതേ പ്രവാചകനോട് ഈ സഹായം ചോദിക്കൽ നടത്തുന്നത്. പ്രവാചകനോട് പാപമോചന പ്രാർത്ഥനയുള്ളതുപോലെ പാപമോചന പ്രാർത്ഥന പറ്റുമോ? അതിന് പറ്റും. ഇബ്നു കസീറിന്റെ തഫ്സീർ ഞാൻ ഉദ്ധരിച്ചു. അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മൗലിദുകൾ ചൊല്ലി, അതിന് തെളിവും ഞാൻ പറഞ്ഞു. ഇർത്തഖബത്തുവിലുള്ളതുപോലെ പാപമോചന പ്രാർത്ഥന നടത്താൻ പറ്റുമോ? അതും പറ്റും. ആയത്ത് വിശദീകരിച്ച് തഫ്സീറിന്റെ വരികളും ഞാൻ ഉദ്ധരിച്ചു. അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? മറ്റൊരു കാര്യം, ഇന്നല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു തആല പാപം പൊറുക്കുന്നവനാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അല്ലാഹു പാപം പൊറുക്കുന്നവനാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
അല്ലാഹു തആല പ്രവാചകർക്ക് കൊടുത്ത കഴിവ്, ആ കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന നിലക്ക് പാപമോചനം ചോദിക്കാൻ പാടില്ല എന്ന് ആയത്തിലില്ല. ഈ പറഞ്ഞതിലില്ല. രണ്ടാമത് ഒരായത്ത് കഷ്ണമായി മുറിച്ചോതിയതിലും ഇല്ല. റഹീം, അല്ലാഹ് പാപം പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പ്രവാചകർക്ക് കൊടുത്ത കഴിവ് കൊണ്ട് പാപം പൊറുക്കുകയില്ല അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ല എന്നൊന്നും ആ ആയത്തിന്റെ അർത്ഥം വരുന്നില്ലല്ലോ. അങ്ങനെ ആയത്തിന് തഫ്സീറും ഇല്ലല്ലോ. ഞാൻ ഈ തെളിയിച്ച രണ്ട് കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പാപമോചന പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് വരൂല. അല്ലാഹ് ഗഫൂറാണ്, അല്ലാഹ് റഹീമാണ്, അല്ലാഹ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് പ്രവാചകനോട് പാപമോചന പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് വരില്ല. നേരെ മറിച്ച് പ്രവാചകനോടും പാപമോചന പ്രാർത്ഥന നടത്താം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലണം. ആ അസ്തഗ്ഫിറുല്ലാഹ് എന്നത് മാറ്റി റസൂലുള്ളാഹിയോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, റസൂലുള്ളാഹിയോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, പ്രവാചകനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. അസ്തഗ്ഫിറു റസൂലല്ലാഹ്, അസ്തഗ്ഫിറു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് പ്രവാചകനോട് പൊറുക്കലിനെ ചോദിക്കാം എന്നാണ് മുസ്ലിയാർ ഇവിടെ സമർത്ഥിക്കുന്നത്. അസ്തഗ്ഫിറു റസൂലല്ലാഹ്. ലോകത്തെ ഏതെങ്കിലും ഒരു മുസൽമാൻ ഈ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ, പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ് എന്നതിന് പകരം അസ്തഗ്ഫിറു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന ഒരു ദിക്ർ, ഒരു വാചകം, ഒരു ഇസ്തിഗ്ഫാർ ലോകത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞുവോ, പഠിപ്പിച്ചുവോ, വിശദീകരിച്ചുവോ? അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ലാതെ ഇസ്തിഗ്ഫാറിന്റെ വാചകമായി അസ്തഗ്ഫിറു റസൂലല്ലാഹ് എന്നൊരു ഇസ്തിഗ്ഫാറിന്റെ വാചകം അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിൽ കാണുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടോ? ലോകത്ത് ആദം നബി മുതൽ ഇന്ന് വരെ ജനിച്ച, ഇന്ന് വരെ ജീവിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടിട്ടുണ്ടോ അസ്തഗ്ഫിറു റസൂലല്ലാഹ് എന്ന്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നുവെന്ന് ഇല്ല. പിന്നെ എന്താണ്? ഖുർആനിൽ പോലും അതിന് തെളിവുണ്ട്. എന്തിന് തെളിവ്? റസൂലുള്ളാഹിയോട് പാപമോചന പ്രാർത്ഥന നടത്താൻ, റസൂലുള്ളാഹിയോട് പാപമോചന പ്രാർത്ഥന നടത്താൻ ഖുർആനിൽ തെളിവുണ്ട്. മഅദല്ലാഹ്, അല്ലാഹ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഖുർആനിൽ അങ്ങനെ ഒരു തെളിവില്ല. അങ്ങനെ ഒരു തെളിവ് വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ചിലപ്പോൾ സംശയിച്ചെന്ന് വരാം. ചില ആളുകൾ സംശയിച്ചെന്ന് വരാം. അതൊരു മൗലവി അങ്ങനെ പറയുന്നു, ഒരു മുസ്ലിയാർ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് സംശയമുടലെടുത്താൽ ഒരാളോട് ചോദിക്കാം, അന്വേഷിക്കാം, അയാളുടെ ഉത്തരം പരിശോധിക്കാം. എന്നിട്ട് അവർക്ക് ലഭ്യമായ സാഹചര്യം വെച്ചുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും പഠിക്കാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ ഒരു സൂക്തം ഇവിടെ ആവർത്തിച്ചോതിയിട്ട് ആ ആയത്തിനെയാണ് ഇവിടെ ദുർവ്യാഖ്യാനിച്ചത്. ഏതാണ് ആയത്ത്? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വലൗ അന്നഹും, നിശ്ചയമായും അവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇല്ലലമു അൻഫുസഹും ജാഊക, അവർ സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചപ്പോൾ, അക്രമം ചെയ്തപ്പോൾ അതിന്റെ പരിഹാരത്തിനായി പ്രവാചകരെ ജാഊക, അവർ താങ്കളെ സമീപിക്കുകയും ഫസ്തഗ്ഫിറുല്ലാഹ, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി, പുറത്തു കൊടുക്കുന്നവനായി അവർക്ക് കണ്ടെത്താം. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. ചില ആളുകൾ അവർ അക്രമം പ്രവർത്തിച്ചു. ആ അക്രമം പ്രവർത്തിച്ച ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കണമെങ്കിൽ അവർ റസൂലുള്ളാഹിയുടെ അടുക്കൽ വരണം. എന്നിട്ട് അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന്, എനിക്ക് പുറത്തു തരണേ എന്ന് അവൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നതിന് പുറമെ അവർക്ക് നീ പുറത്തു കൊടുക്ക് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി, പുറത്തു കൊടുക്കുന്നവനായി കണ്ടെത്താം. ഇവിടെ ആരാ പ്രവാചകനോട് ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞത്?
പ്രവാചകനോട് പാപമോചന പ്രാർത്ഥന നടത്താൻ പറഞ്ഞത്? ആരും പറഞ്ഞില്ല. നേരെ മറിച്ച് ഒരു പ്രത്യേകമായ സാഹചര്യം റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായി. പ്രവാചകന്റെ ജീവിതത്തിൽ നടന്ന ഒരു പ്രത്യേകമായ സംഭവം. ആ സംഭവത്തെ തുടർന്നുകൊണ്ടാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. എന്താണ് ആ സംഭവം എന്നറിയാം. നമ്മിൽ പലർക്കും ആ വിവരമറിയാം, ആ വിഷയമറിയാം. മറ്റൊന്നുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോ ഒരു വിഭാഗം ആളുകൾ അവർ റസൂലുള്ളാഹിയുടെ അടുക്കലേക്കാണ് വിധി തേടേണ്ടി വരേണ്ടത്. അവർ മുസ്ലിമായി സമൂഹത്തിൽ പറയുന്നവരാണ്, എന്നാൽ മനസ്സിൽ കാപട്യം സൂക്ഷിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള ചില ആളുകൾ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നിട്ട് വിധി ചോദിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, അവർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നബിയുടെ അടുക്കൽ വന്നിട്ടാണ് അവർ വിധി ചോദിക്കേണ്ടത്, വിധി ചോദിക്കേണ്ടിയിരുന്നത്. എന്നാൽ പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ അവർക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വിധി ചോദിക്കാൻ വരാതെ ജൂതനായി ആ സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ജൂതന്മാരിൽ വലിയ അറിവുള്ളവനായ ജൂതന്മാരിലെ ഒരു നേതാവിന്റെ അടുക്കൽ പോയിട്ട് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഗണത്തിൽ എണ്ണപ്പെടുന്ന ചില ആളുകൾ വിധി ചോദിച്ചു. ജൂതന്റെ അടുക്കൽ പോയിട്ട് വിധി ചോദിച്ചു. ആ വിഷയത്തിൽ എന്ത് ചെയ്യണം, ആ വിഷയത്തിൽ എന്താ സ്വീകരിക്കേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ പ്രവാചകന്റെ അടുക്കൽ വിധി ചോദിക്കാൻ പോകാതെ ഒരു ജൂതന്റെ അടുക്കൽ പോയിട്ട് വിധി ചോദിച്ചപ്പോൾ സ്വാഭാവികമായും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ വിഷമമുണ്ടായി. പ്രവാചകന്റെ മനസ്സ് വേദനിച്ചു. എന്നെ അവർ അവഗണിച്ചുവല്ലോ. അതിനു പുറമെ ഇസ്ലാമിന്റെ ഒരു ശത്രുവിന്റെ അടുക്കൽ പോയിട്ട് അവർ വിധി ചോദിച്ചുവല്ലോ. പ്രവാചകന്റെ മനസ്സിലും അത് വേദനയുണ്ടാക്കി. എന്നാൽ ആ തെറ്റ് ചെയ്ത മനുഷ്യന്മാരുണ്ടല്ലോ, ജൂതന്റെ അടുക്കൽ വിധി തേടി പോയ ആളുകളുണ്ടല്ലോ, അവരുടെ പാപം അല്ലാഹു പൊറുക്കണമെങ്കിൽ, റബ്ബ് പൊറുക്കണമെങ്കിൽ അത് അല്ലാഹു എനിക്ക് പുറത്തുതാ, എനിക്ക് നീ പുറത്തുതാ എന്ന് പറഞ്ഞാൽ അല്ലാഹു പുറത്തു കൊടുക്കൂല. അല്ലാഹു പുറത്തു കൊടുക്കുന്നതല്ല, നേരെ മറിച്ച് അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കണമെങ്കിൽ ഓ പ്രവാചകരെ അവർ തങ്ങളുടെ അടുക്കൽ വരണം. അവർ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവർക്ക് വേണ്ടി നബിയെ താങ്കൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം, അവരും അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. എങ്കിൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി, കരുണ ചെയ്യുന്നവനായി അവർക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാം. ഇതാണ് ആ സൂക്തത്തിന്റെ അർത്ഥം, അതാണ് അതിന്റെ വ്യാഖ്യാനം, അതാണ് അതിന്റെ വിശദീകരണം. എന്നാൽ അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വല്ല തെളിവുമുണ്ടോ? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വല്ല തെളിവും അവശേഷിക്കുന്നുണ്ടോ? ഖുർആനിൽ ഒരു ആയത്ത് ഉദ്ധരിക്കാമോ എന്ന് ആവർത്തിച്ച് ഈ ആവർഷം ഈ തൗഹീദ്, ആ തൗഹീദിന് വേണ്ടി വാദിക്കുന്ന ചെറിയ കുട്ടി മുതൽ വലിയ ആൾ വരെ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ആയത്തിനെ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവായി ഉദ്ധരിക്കുകയാണ് സാധാരണ പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്ന ആളുകൾ ചെയ്തു വരുന്നത്. എത്രത്തോളം ചെയ്തു? ഇവിടെ ഈ ആയത്ത് ദുർവ്യാഖ്യാനിക്കുക മാത്രമായിരുന്നെങ്കിൽ വേറൊരു സഖാഫി ഈ ആയത്തിനെ അങ്ങ് തിരുത്തി കളഞ്ഞു. ഒരു വട്ടല്ല, രണ്ടു വട്ടല്ല, 3 വട്ടം കൈയോടുകൂടി പിടിച്ചു. ഇപ്പോ ആ സഖാഫിയെ കാണില്ല. പണ്ട് 300 മുഖാമുഖം നടത്തിയെന്ന് വീരവാദം പറഞ്ഞ് നടന്നിരുന്ന, 350 വിവാദം മുഖാമുഖം നടത്തിയെന്ന് വീരവാദം പറഞ്ഞ് നടന്നിരുന്ന ഒരു മാളിയേക്കൽ സുലൈമാൻ സഖാഫി, അയാളൊരു പുസ്തകം എഴുതി 3ാമത്തെ പതിപ്പിൽ വിശുദ്ധ ഖുർആന്റെ ഹർക്കത്ത് തന്നെ മാറ്റിക്കളഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം എന്നല്ലേ കിട്ടുള്ളൂ. അപ്പൊ മുസ്ലിയാരുടെ ബുദ്ധിക്ക് തോന്നിയ ഒരു കൃത്രിമം അവിടെ കാണിച്ചു. റസൂലു എന്നത് മാറ്റി റസൂല എന്നൊരു ആകാരം കൊടുത്തു. റസൂല എന്ന് മാറ്റിക്കളഞ്ഞു, ഫായിലിനെ മഫ്ഊലാക്കി. അങ്ങനെ റസൂല എന്നാക്കിയിട്ട് ഖുർആനിന്റെ ആയത്തിനെ തിരുത്തിയതിന്റെ പിറ്റേ ദിവസം ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ചെറിയ കുട്ടികളടങ്ങുന്ന ആളുകൾ രംഗത്തിറങ്ങി, ആളുകളെ ബോധവൽക്കരിച്ചു. അവസാനം ആ പുസ്തകക്കെട്ടുമായി മാളത്തിൽ പോയ മുസ്ലിയാർ ഇടക്കിടക്ക് ഇങ്ങനെ മാളി നോക്കാൻ വരുന്നല്ലാതെ വളരെ സജീവമായി ഇപ്പൊ രംഗത്തില്ല. എന്നാൽ തന്നെയും അതിന്റെ വാങ്ങലുകൾ ചില മുസ്ലിയാക്കന്മാർക്ക് നമ്മുടെ നാട്ടിൽ. അർത്ഥം പറയുമ്പോ അള്ളാന്റെ റസൂലിനോട് പൊറുക്കലിനെ ചോദിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, അറബി അറിയുന്നവര്, അറബി ഭാഷ അറിയുന്നവർ, അറബിയുമായി ബന്ധമുള്ളവർ, അവർക്ക് ആ വാചകം കേട്ട മനസ്സിലാവൂലേ? റസൂൽ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. അല്ലാതെ അള്ളാന്റെ റസൂലിനോട് അവര് പൊറുക്കലിനെ ചോദിക്കണം അള്ളാന്റെ ആയത്തിലുണ്ടോ?
അള്ളാന്റെ ഖുർആനിലുണ്ടോ? വിവരമുള്ള ഒരു നാട്ടിലുണ്ടാവും, അറബി ഭാഷ പരിജ്ഞാനമുള്ളവരുണ്ടാവും. ഒരുപക്ഷെ അവർ നാട്ടിലിറങ്ങി നടക്കുന്നുണ്ടാവൂല, അല്ലെങ്കിൽ നാട്ടിലവർ അറിയപ്പെടുന്നുണ്ടാവൂല, അവരിങ്ങനെ ആളുകളുടെ മുന്നിൽ പ്രസംഗിച്ച് നടക്കുന്നുണ്ടാവൂല. വിവരമുള്ള ആലിമീങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ പോയി ചോദിക്കൂ, റസൂലു എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദ് അർത്ഥം? നബിയോട് പൊറുക്കൽ ചോദിക്കൂ എന്നാണോ, അതോ റസൂലുള്ള അവർക്ക് വേണ്ടി പൊറുക്കൽ ചോദിക്കൂ എന്നാണോ? എന്താ ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉസ്താദെ എനിക്ക് പൊറുത്താന്നാ പറയണത്? അല്ല, എനിക്ക് വേണ്ടി പൊറുക്കൽ ചോദിക്കും ഉസ്താദേ, എനിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും ഉസ്താദേ എന്നാണ് ഉസ്താദിനോട് പറയുന്നത്. ഉസ്താദ് എന്നോട് പറയാന്ന് വിചാരിക്കുക, മോനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഉസ്താദ് എന്നോട് പ്രാർത്ഥിക്കുക? അല്ല, ഞാൻ ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതിന്റെ അർത്ഥം. ഇതുപോലെ റസൂലുള്ള അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ് ആയത്തിൽ പറഞ്ഞത്. അപ്പോഴാണ് മുസ്ലിയാർക്ക് ഒരു കിതാബ് കിട്ടിയത്. എന്താ കിതാബ്? അത് ഇബ്നു കസീർ, മഹാനായ ഇബ്നു കസീർ, പണ്ഡിതനായ ഇബ്നു കസീർ, മുജാഹിദുകൾ അംഗീകരിക്കുന്ന മുജാഹിദ് നേതാവായി ഗണിക്കപ്പെടുന്ന ഇബ്നു കസീർ, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ തന്നെ ഇതാ പറയുന്നത് കാണാം. ഒരു ആള് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വന്നു, നബി മരിച്ചതിന് ശേഷം വന്നു, എന്നിട്ട് നബിയോട് ഈ കാര്യം പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ നബിയുടെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്ക് പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ തെളിവ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ന്യായം കണ്ടെത്താൻ ശ്രമിച്ചത്. എങ്കിൽ മാന്യ സഹോദരങ്ങളെ, എന്താണ് സംഭവം? എന്താണ് സംഭവം? പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അല്ല, ഒരാള് അള്ളാഹുവിനോട് നേർക്കുനേരെ പടച്ചോൻ എനിക്ക് പുറത്തുതാ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പുറത്തു കൊടുക്കൂലേ? അത് അത് യഥാർത്ഥ നല്ലൊരു തൗബയാവൂലേ? അതൊരു ശരിയായ തൗബയാവൂലേ? ലക്കാനത്തെ തൗബത്തും മഖ്ബൂല, അവരുടെ തൗബ കബൂലായ തൗബയാവൂലേ എന്നൊരു പക്ഷേ ഒരാൾ ചോദിച്ചേക്കാം. ചോദിക്കുന്നൊരുത്തൻ ചോദിച്ചേക്കാം, എന്തിനാ നബിയുടെ പോകാൻ പറഞ്ഞത്? റസൂലും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കണമെന്ന് കൂട്ടിപ്പറയാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, അൽ ജവാബു അൻഹു മിൻ വുജൂഹ്, ഒരുപാട് മറുപടി അതിനുണ്ട്. അതിൽ അൽ അവ്വലു, ഒന്നാമത്തെ മറുപടി, ഇന്ന ദാലിക തഹാകുമ ഇല താഊത് കാന മുഖാലിഫൻ ലിഹുക്മില്ലാ, അള്ളാഹുവിന്റെ വിധിക്ക് പുറമെ അള്ളാഹുവിന്റെ വിധിക്ക് പുറമെ ആ വിധിക്ക് പുറമെ അതിന് വ്യത്യസ്തമായ മറ്റൊരു വിധി അന്വേഷിച്ചുകൊണ്ട് അവർ പോയി. വകാന ഐലൻ ഇസാഅതൻ ഇല റസൂൽ വഇദ്ഖാലൻ ലിൽ അമ്മി ഫീ ഖൽബി ومن كان ذنبه كذلك وجب عليه الاعتذار عن ذلك الذنب لغيره. പ്രവാചകന്റെ മനസ്സിൽ അത് വേദന ഉണ്ടാക്കുകയും ചെയ്തു, പ്രവാചകന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. ഒന്നാമത്തെ തെറ്റ് മറ്റൊരുത്തനടുക്കൽ ഹുക്മ ചോദിച്ചു പോയി. അത് മാത്രമല്ല അവർ ചെയ്ത തെറ്റ്, റസൂലുള്ളാഹിയുടെ മനസ്സിൽ അത് വേദന ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രവാചകനും അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കണം. ആ നിയമം മാറിപ്പോയിട്ടില്ല, ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്യണമെങ്കിൽ, റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങണമെങ്കിൽ ഞാനും റബ്ബും തമ്മിലുള്ള ഒരു കേസാണ്, ഉടമയും അടിമയും തമ്മിലുള്ള ഒരു പ്രശ്നമാണെങ്കിലോ തൗബക്ക് 3 ഷർത്താണ്, 3 നിബന്ധന ഉള്ളത്. ഒന്നെനിക്ക് കുറ്റബോധം വേണം, ചെയ്തു പോയതിൽ വേദന വേണം, മാത്രമല്ല രണ്ടാമതായിക്കൊണ്ട് ഇനി ഞാൻ ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്ന് ദൃഢനിശ്ചയം ഉണ്ടാകണം. ഒരിക്കലും ഞാൻ പടച്ചോനെ ഞാൻ ആ തെറ്റ് ആവർത്തിക്കുകയില്ല. ആ നെടുംഖേദത്തോടെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിച്ച് മടങ്ങുക, റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, എങ്കിലാണ് അല്ലാഹു തൗബ സ്വീകരിക്കുക, പശ്ചാത്താപം സ്വീകരിക്കുക. ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത് ആ പാപത്തെക്കുറിച്ച് കുറ്റബോധം മനസ്സിൽ സൂക്ഷിച്ച് ആ കുറ്റം പരിപൂർണമായി തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിച്ചാൽ അല്ലാഹു പൊറുത്തരും, അല്ലാഹുവും അടിമയും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ. എന്നാലോ തൗബക്ക് ഈ പശ്ചാത്താപത്തിന് 4 നിബന്ധന വരുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാ? ഞാൻ വേറൊരാളെ ഉപദ്രവിച്ചു എന്ന് വിചാരിക്കുക, ഞാൻ നിങ്ങളൊരാളെ തല്ലിയെന്ന് വിചാരിക്കുക, പഠിച്ചവനെ എനിക്ക് പുറത്താ എന്ന് ഞാൻ അല്ലാഹുവോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരണം, അറിയാതെ സംഭവിച്ചു പോയി, സഹോദര നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കണം, പൊരുത്തപ്പെട്ടു തരണം എന്ന് നിങ്ങൾ വന്ന് കണ്ടു പറയണം. അങ്ങനെ കണ്ടു പറഞ്ഞാൽ നിങ്ങളോട് പ്രാർത്ഥിക്കലല്ലത്, നിങ്ങളോട് പാപമോചന പ്രാർത്ഥന തേടലല്ലത്, തേടലാണെന്ന് ആരും പറയില്ല.
ഇതാണ് സംഭവം. ഈ സംഭവം എല്ലാ മനുഷ്യർക്കും ഏതൊരു സാധാരണക്കാരനും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഒരാളുമായി എനിക്ക് സാമ്പത്തിക ഇടപാടുണ്ട്, ഒരാളുടെ സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് അള്ളാഹു പുറത്താന്ന് പറഞ്ഞാൽ അള്ളാഹ് പൊറുക്കൂല. നേരെ മറിച്ച് അത് കൊണ്ടുപോയി കൊടുക്കണം, ആ മോഷ്ടിച്ചത് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അതിന് സാധ്യമല്ലെങ്കിൽ അയാളൊക്കെ പോയി പറയണം, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അള്ളാഹുവിനോട് എനിക്ക് പൊറുക്കൽ ചെയ്യുന്നത് സംഭവിച്ചു പോയിട്ടുണ്ട് എന്നാ മനുഷ്യനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. അവൻ ഇവന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, പഠിച്ചതിനെ പുറത്തു കൊടുക്ക്, ഞാനത് മാപ്പാക്കിയിട്ടുണ്ട്, അള്ളാഹുവിനോട് ഇവനും പൊറുക്കൽ ചോദിക്കണം. ഈ നിയമം, ഈ ഒരവസ്ഥ, ആ അവസ്ഥയിൽ പരസ്പരമുള്ള പ്രാർത്ഥനയാണത് എന്ന് ആരെങ്കിലും പറയുമോ? ആരെങ്കിലും വിശദീകരിക്കുമോ? അത് അയാളോട് നടത്തുന്ന പാപമോചന പ്രാർത്ഥനയാണെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. തത്തുല്യമായ സംഭവമാണ് പ്രസ്തുത ആയത്തിൽ അല്ലാഹു വിശദീകരിച്ചത്. എന്താ സംഭവം? ആ സംഭവം മുസ്ലിയാർ പകുതി വായിച്ചു നിർത്തുകയാണ് ചെയ്തത്. എന്താണ്ട് ബാക്കിയെന്ന് കൂടി ഞാൻ വായിക്കാം, അല്ല മൊത്തത്തിൽ തന്നെ വായിക്കാം. ഉത്ബിയത്തൊട്ട് قال كنت جالسا عند قبر النبي فجاء اعرابي فقال السلام عليك يا رسول الله سمعت الله تعالى يقول ولو انهم اذ ظلموا انفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما وقد جئتك مستغفرا من ذنبي مستشفعا بك الى ربي. ഈ മനുഷ്യൻ വന്നിട്ട് പറയുന്നു, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, പ്രവാചകരെ, വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ആയത്ത് മറ്റൊന്നുമല്ല, വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക, സ്വന്തം ശരീരങ്ങളോട് അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ അവർ പ്രവാചകരെ തങ്ങളുടെ അടുക്കൽ വരികയും അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നതിന് പുറമെ അവർക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ അള്ളാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി കരുണ ചെയ്യുന്നവനായി കണ്ടെത്താം. ആയതിനാൽ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ ചോദിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. താങ്കളെ ഞാൻ എന്റെ റബ്ബിലേക്ക് ഇതാ ശുപാർശകനായി സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആ ആറാബി ഒരു പാട്ട് പാടി. എന്താണ് ആ പാട്ട്? യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഉമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ ലഖമു നഫ്സിൽ ഫിദാഇ ലിഖബ്രിൻ അംദ സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. അങ്ങ് പാടി. ഇതാണ് മുസ്ലിയാർ ഇവിടെ വായിച്ചത്. എന്റെ അടുത്ത വാചകം കേട്ടോ, എന്താണെന്നറിയുമോ? കാല ഉത്തബി പറയാണ്, സുമ്മൻ സറഫ. അങ്ങനെ അയാള് പാട്ടൊക്കെ പാടി മടങ്ങിപ്പോയി. ആര്? ഈ ആറാബി വന്ന് പാട്ടും പാടി മടങ്ങിപ്പോയി. എന്റെ രണ്ട് കണ്ണും അപ്പോ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഉത്തബിക്ക് ഉറക്കം വരും. അങ്ങനെ ഇങ്ങനെയുള്ള കഥക്ക് അങ്ങനെയാണ്, പെട്ടെന്ന് ഉറങ്ങിപ്പോകും. കാരണോട് സ്വപ്നം കാണണം, സ്വപ്നം കാണണമെങ്കിൽ ഉറങ്ങണമല്ലോ. അങ്ങനെ ഇയാൾ ഉറങ്ങിപ്പോയി. അപ്പടാ നബി ഇതാ സ്വപ്നത്തിൽ കാണുന്നത്. എന്നിട്ട് ഉത്തബി പറയാണ്, നബി എന്നോട് പറഞ്ഞു, യാ ഉത്തബി, ഓ ഉത്തബി, ഇൽഹഖുൽ അറാബി ഫബശ്ശിറുഹു ബിഅന്ന അല്ലാഹ തആല ഖദ് ഗഫറ ലഹു. ആ മനുഷ്യനെ ഉത്തബി പോയി പിടിച്ചിട്ട് അവനോട് പറഞ്ഞു കൊടുക്ക്, അല്ലാഹു അവന് പുറത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉത്തബി നബിയെ സ്വപ്നം കണ്ടു. ഇതാ എന്റെ ബാക്കിയുള്ളത്. ഈ സംഭവം എടുത്തു ധരിച്ചിട്ട മുസ്ലിയാർ പറയുന്നത് മുഹമ്മദ് നബിയോട് പാപമോചന പ്രാർത്ഥന നടത്താ. ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ തഫ്സീർ അല്ലെങ്കിൽ ഏതൊരു കിതാബാണെങ്കിലും അതിന്റെ മുഖദ്ദിമ ഒന്ന് നോക്കണം. മുഖദ്ദിമ എന്ന് പറഞ്ഞാല് അതിന്റെ തുടക്കത്തിൽ ഉണ്ടാവും എന്താണ് ഈ കിതാബിൽ വരാൻ പോണത്, എങ്ങനെയാണ് ഈ കിതാബ് വായിക്കേണ്ടത്, എങ്ങനെയാണ് ഈ കിതാബ് കൈകാര്യം ചെയ്യേണ്ടത്. അത് ആ മുഖദ്ദിമ നോക്കി വായിച്ചു പഠിക്കണം. ഫത്ഹുൽ ബാരി വായിക്കുന്നതിന് മുമ്പ് അതിനൊരു മുഖദ്ദിമയുണ്ട്. ആ മുഖദ്ദിമ ആദ്യം വായിക്കണം, എന്നിട്ടാ ഫത്ഹുൽ ബാരി വായിക്കേണ്ടത്. അങ്ങനെ ഓരോന്നും വായിക്കാൻ നിബന്ധനയുണ്ട്. ഒരു സംഭവം എവിടെങ്കിലും കണ്ടാൽ അത് തെളിവാക്കാൻ പറ്റുമോ? ഖുർആൻ അത് വ്യാഖ്യാനമായി സ്വീകരിക്കാൻ പറ്റുമോ? മുഖദ്ദിമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ മുഖദ്ദിമ കൃത്യമായി രേഖപ്പെടുത്തുകയും ആ മുഖദ്ദിമയിൽ തന്നെ അള്ളാഹുവിന്റെ ആയത്തുകൾ, ഖുർആനിക സൂക്തങ്ങൾ, അതിന് വിശദീകരണം നൽകുമ്പോൾ എങ്ങനെയാണ് ആ വിശദീകരണം സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരണം അവിടെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മാനദണ്ഡത്തിലാണ് തഫ്സീർ സ്വീകരിക്കേണ്ടത്. ആ മാനദണ്ഡത്തിൽ ഈ തഫ്സീർ സ്വീകരിക്കാൻ പറ്റുമോ? ഈ കഥ സ്വീകരിക്കാൻ പറ്റുമോ? ഈ കഥ എന്നുള്ള
നിനക്ക് കഥ കേൾക്കാം, കഥ പറയാം, അതിനെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ കഥ തെളിവായി സ്വീകരിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ? ആ കഥ തെളിവായി സ്വീകരിക്കാൻ പറ്റുമോ ഇസ്ലാമില്? ഒരാളൊരു കഥ പറഞ്ഞാൽ, ഒരു മുസ്ലിയാരുടെ കഥ പറഞ്ഞാൽ ആ കഥ സ്വീകരിക്കണോ? ഇനി അതല്ല, ഇനി കഥയല്ല, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്ന് തന്നെ വിചാരിക്കുക, എങ്കിൽ സ്വീകരിക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ സംഭവിച്ചു. ഒരു ആറാബി നബിയുടെ ഖബറടിക്കൽ ഇങ്ങനെ വന്നിട്ട് ഈ പാട്ടുപാടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആറാബി മാത്രമല്ലല്ലോ, ഇന്ന് സക്കാഫികൾ പോണില്ലേ? ഇന്ന് സക്കാഫികൾ പോണില്ലേ? ഈ സക്കാഫി, ഒരു സക്കാഫി ഇന്ന ജാറത്തിൽ പോയി ഇപ്രകാരം പ്രാർത്ഥിച്ചു, അതൊരു തഫ്സീർ മുസ്ലിയാർ തന്നെ എഴുതി ഉണ്ടാക്കുക, അണ്ട് തഫ്സീർ എഴുതി വെക്കുക, എന്നിട്ട് ആ തഫ്സീറുണ്ട് എന്ന് പറഞ്ഞാൽ ആ തഫ്സീറുണ്ട് കാണിച്ചു മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെളിവാവുകയില്ല. ഇനി അതല്ല, ഒരാൾ പോയി അതിന് വലിയ പണ്ഡിതൻ തന്നെ കണ്ടു, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ അറിഞ്ഞു ഇന്നയാൾ പോയി ഇന്നടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതിന്നതുപോലെ ഇന്നയാളിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് എന്നാ പണ്ഡിതൻ എഴുതി വെച്ചാൽ അതിനനുസരിച്ച് ഹുക്കുമ സ്വീകരിക്കാൻ പറ്റുമോ? ഇന്ന പണ്ഡിതൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നാൾ പോയിട്ടുണ്ട്, ഇന്നാൾ അവിടെ ചെന്നിട്ടുണ്ട്, ഇന്നയാൾ ഇന്നതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുമോ? പറ്റൂല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മതമാണ്, റബ്ബിന്റെ മതമാണ്. അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതിന് തെളിവ് പിടിക്കുമ്പോഴും തെളിവ് സ്വീകരിക്കുമ്പോഴും ചില ഉപാധികളും ചില നിബന്ധനകളും ഒക്കെ ഉണ്ട്. ആ നിബന്ധനകൾ ഒരിക്കലും ഇതിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് തന്നെ? എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ സംഭവം തെളിവ് പിടിക്കുന്നതിൽ സ്വീകാര്യമല്ല, തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതിന് അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന് ആരായി ഉത്തബി. ഉത്തബി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ആലിമുൽ അല്ലാമ, വലിയൊരു ശൈഖുൽ മുഹഖഖീൻ എന്നാരാ പറഞ്ഞത്? ഉത്തബി ആരാണ്? ഏത് കൊല്ലക്കാരനാണ്? എപ്പോൾ ജീവിച്ച ആളാണ്? എവിടെ ജീവിച്ച ആളാണ്? ആരാണ് ഉത്തബി? അത് മുസ്ലിയാർ പറഞ്ഞു. ഇല്ല, മുസ്ലിയാർ പറയില്ല. മുസ്ലിയാർ പറഞ്ഞ പിന്നെ മുസ്ലിയാർക്ക് അത് പറയാൻ പറ്റുമോ? കഥ പറയാൻ പറ്റുമോ? ഉത്തബി ഹിജ്റ 220 മരിച്ച ആളാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച ആളല്ല, നബിയുടെ കാലത്ത് ജീവിച്ച ആളല്ല, ഹിജ്റ 220 ജീവിച്ച ആളാണ്. മാത്രല്ല, ഈ ഉത്തബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആരാണ്? അദ്ദേഹം ഉത്തബി എന്ന പേരിൽ അറിയപ്പെടുന്നത്, അദ്ദേഹത്തിന് നീണ്ടൊരു പേരുണ്ട്. മാത്രമല്ല, ഇയാളൊരു കവിയാണ്. അശ്ശാഇറുൽ ബസരിയുൽ മശ്ഹൂർ, ബസറയിലെ അറിയപ്പെട്ട ഒരു കവിയാണ് ഈ പറഞ്ഞ ഉത്തബി. അതുകൊണ്ടും തീർന്നോ? ഉത്തബിയുടെ വിശേഷണം തീർന്നിട്ടില്ല. നേരെ മറിച്ച് കാന മുസ്തഹ്ദിറൻ ബിശ്ശറാബ്, മൂപ്പര് നല്ല പെരും കുടിയനാണ്. ഈ ഉത്തബിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ മുസ്തഹ്ദിറൻ ബിശ്ശറാബ്, പെരും കുടിയൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അറിയുന്നവർക്കറിയാം. ഇനി മൂല്യർക്ക് എവിടുന്ന ഇത് കാണേണ്ടത്? ഈ ഉത്തബിയുടെ ചരിത്രം എവിടെ എഴുതി വെച്ചതെന്ന് കേൾക്കണോ, കാണണോ? ഇബ്നു ഖല്ലീഖാൻ വഫയാത്തുൽ അയ്യാൻ എന്നൊരു കിതാബുണ്ട്. ആ വഫയാത്തുൽ അയ്യാനിൽ ഇബ്നു ഖല്ലീഖാൻ ഈ ഉത്തബിയുടെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് അവസാനിച്ചോ പോരായ്മ? അതുകൊണ്ടും അവസാനിക്കുന്നില്ല. നേരെ മറിച്ച് ഇയാൾ സ്വപ്നം കണ്ടു. ഈ ഉത്തബി അയാൾ കണ്ടുപിടിച്ച് സ്വപ്നം കണ്ടോ? ഇനി അതില്ലാതെ ബോധത്തോടൊരു സ്വപ്നം കണ്ടോ? ഏത് സ്വപ്നമായാലും അങ്ങനെ സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണ്, നബി വന്നല്ലോ, പ്രവാചകൻ വന്നല്ലോ, പ്രവാചകൻ വന്നിട്ട് അവനോട് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ഉത്തബിയോട് സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഉത്തബി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വ്യാഖ്യാനിച്ചാൽ അത് സ്വീകരിക്കാൻ പറ്റും മുസ്ലിയാരെ? പറ്റൂല. കാരണം സ്വപ്നം ദീനിൽ തെളിവല്ല. ഒരാൾ സ്വപ്നം കണ്ടിട്ട് പറഞ്ഞാൽ അത് ദീനിൽ തെളിവല്ല. ഓ മൗലവി അത് ആ തെളിവ് കണ്ടപ്പോ ഓടാൻ വേണ്ടി പറഞ്ഞല്ല. നേരെ മറിച്ച് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഷാഫി മദ്ഹബ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ സക്കാഫിയുടെ ഉസ്താദാണ് പൊന്മള. ആ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഷാഫി മദ്ഹബ് എന്ന പുസ്തകത്തിൽ കൃത്യമായി തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ എഴുതി വെച്ചത് കാണാം. അമ്പിയാക്കൾ ഒഴിച്ചുള്ളവരുടെ സ്വപ്നങ്ങൾ ഇസ്ലാമിൽ രേഖയല്ല. ഉത്തബി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ അത് ഉത്തബി സ്വപ്നം കണ്ടിട്ടുണ്ട്. ആർക്കും സ്വപ്നം കാണാം. ഉത്തബിക്ക് മാത്രമല്ല, എനിക്ക് സ്വപ്നം കാണാം, സക്കാഫിക്ക് സ്വപ്നം കാണാം, ലോകത്തുള്ള ആർക്കും സ്വപ്നം കാണാം. അങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഒരാളെന്ന് പറഞ്ഞാൽ അത് അയാൾ സ്വപ്നം കണ്ടിട്ടുണ്ട്, നാളെ മുതൽ നമുക്കത് തെളിവാണ്. ഇനി നാളെ ഒരു മുസ്ലിയാർ വേറെന്തെങ്കിലും സ്വപ്നം കണ്ടെങ്കിൽ നാളെ ഈ നാട്ടിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ അതിനനുസരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്വീകാര്യമില്ല. ഒരാൾ സ്വപ്നം കണ്ടാൽ അത് ദീനിൽ തെളിവല്ല. ഉത്തബിയുടെ സ്വപ്നം മുസ്ലിമീങ്ങൾക്ക് തെളിവല്ല. ഉത്തബിയുടേത് മാത്രമല്ല, പ്രവാചകന്മാരല്ലാത്ത ഒരാളുടെയും
സ്വപ്നം ദീനിൽ തെളിവല്ല. മുസ്ലിയാര് തെളിവ് കൊണ്ട് വരിക, തെളിവുദ്ധരിക്കുകയാണ്. ആ തെളിവ് കൊണ്ടുവന്നത് ഉത്തമി സ്വപ്നം കണ്ടിട്ടുണ്ട്. ഉത്തമി സ്വപ്നം കണ്ടിട്ടുണ്ട്, അയാളുടെ പ്രവർത്തനം നന്നായി, അയാളുടെ പ്രവർത്തനം സ്വീകാര്യം. ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് കൃത്യമായി കാണാം. ഇമാം ഷാഫി സ്വപ്നവും എന്ന അധ്യായത്തിൽ സമർത്ഥനം വളരെ നന്നായിട്ടുണ്ട്. അമ്പിയാക്കൾ ഒഴിച്ചുള്ളവരുടെ സ്വപ്നങ്ങൾ ഇസ്ലാമിൽ രേഖയല്ല. സ്വപ്നം അടിസ്ഥാനമാക്കി ശറയിൽ ഒരു നിയമം സ്ഥിരപ്പെടില്ലെന്ന് ചുരുക്കം. ഇസ്ലാമിക വിധികൾ കർമ്മശാസ്ത്ര നിദാനങ്ങളിൽ വാജിബ്, സുന്നത്ത്, ഹറാം, കറാഹത്ത്, മുബാഹ് എന്നിങ്ങനെ 5ആയി വിഭജിച്ചിട്ടുണ്ട്. ഒരു കാര്യം വാജിബെന്നോ സുന്നത്തെന്നോ മറ്റോ തീരുമാനിക്കുന്നതിനുള്ള രേഖയായി സ്വപ്നം അവലംബിച്ചുകൂടാ. എന്നാൽ അമ്പിയാഇന്റെ സ്വപ്ന ദർശനം രേഖയായി പരിഗണിക്കുന്നതാണ്. സഹാബിയുടെ സ്വപ്നവും രേഖയായി പരിഗണിക്കപ്പെടില്ല. അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നം മാത്രം ബാങ്കിന് തെളിവായി പണ്ഡിതന്മാർ അംഗീകരിക്കാതിരിക്കാൻ ഇതാണ് കാരണം. അവിടെ സ്വപ്നത്തോട് യോജിച്ചു കൊണ്ടുവന്ന വഹയാണ് വാസ്തവത്തിൽ തെളിവാകുന്നത്. മുഗ്നിയിലും നിഹായയിലും ഇത് സംബന്ധിച്ച് പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഇത് ശാഫി മദ്ഹബ് എന്ന പുസ്തകത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും പറഞ്ഞിട്ടുണ്ട്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും കൃത്യമായി പറഞ്ഞു സ്വപ്നം രേഖയല്ല, തെളിവല്ല. ഉത്തബി സ്വപ്നം കണ്ട് അതൊരു കിതാബിൽ കണ്ട്. അങ്ങനെ ഉത്തബി എന്തൊക്കെ സ്വപ്നം കാണാം, അതൊക്കെ കിതാബിൽ ഉത്തബി പറഞ്ഞാൽ കിതാബിൽ എഴുതി വെക്കാം. ഉത്തബി പണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നം ദീനിൽ തെളിവല്ല. അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കണമെന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം ലോകത്തെ പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞ വാചകത്തെ തകർക്കാൻ ഉത്തബി സ്വപ്നം കണ്ടെന്ന് ഇബ്നു കസീർ ഉണ്ട്. ഉത്തബി സ്വപ്നം കണ്ടോട്ടെ, അത് ഇബ്നു കസീർ എഴുതി വെച്ചാൽ അത് രേഖയാക്കാമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അത് തെളിവാണെന്ന് ആര് പറഞ്ഞു? ഈ സാധു ഏതോ കിതാബ് ആരോ ഓതിക്കൊടുത്തു, ഇങ്ങനെ കിതാബിലുണ്ട് പറഞ്ഞാൽ മതി. അങ്ങനെ കിതാബിലുള്ളത് മുഴുവൻ പറഞ്ഞാൽ, കിതാബിലുള്ളത് മുഴുവൻ എഴുതിയാൽ, കിതാബിലുള്ളത് മുഴുവൻ ഇങ്ങനെ വായിച്ചു കൊടുത്താൽ, അറബിയിൽ കണ്ടത് മുഴുവൻ രേഖയാക്കിയാൽ ഇസ്ലാം ദീനിന് അടിസ്ഥാനപരമായി പ്രമാണങ്ങളില്ലേ? അടിസ്ഥാനപരമായി ഖുർആനും സുന്നത്തുമില്ലേ? അപ്പോ മാന്യ സഹോദരങ്ങളെ, ആ ആയത്ത് കൃത്യമായി ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പാകത്തിൽ ലളിതമായി നിലനിൽക്കുകയാണ്. പണ്ഡിതന്മാർ ആ ആയത്തിനെ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയൊരു മനുഷ്യനും അള്ളാഹുവിന്റെ റസൂലിനോട് പൊറുക്കൽ ചോദിക്കാനുള്ള തെളിവായി അത് ഉദ്ധരിച്ചിട്ടില്ല. നേരെ മറിച്ച് പ്രവാചകന്മാർ അഖിലം ലോകത്തോട് പഠിപ്പിച്ചത് അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കണം എന്നാണ്. ഒരു തർക്കവും അതിലില്ല. അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക, റബ്ബിനോട് പൊറുക്കൽ ചോദിക്കുക എന്നതാണ്. എന്നാൽ അത് സ്വീകരിക്കാൻ എന്താ ഇവർക്ക് ഇത്ര പ്രയാസം? എന്താണ് ഇത്ര പ്രയാസം? അള്ളാഹുവിനോട് മാത്രം ഞാൻ പൊറുക്കലിനെ ചോദിക്കും, റബ്ബിനോട് മാത്രമേ പൊറുക്കലിനെ ചോദിക്കാൻ പാടുള്ളൂ എന്ന തത്വം സ്വീകരിക്കാൻ എന്താ പ്രയാസം? ഇവര് ചില ഏർപ്പാട് നടത്തുന്നുണ്ട്. ആ ഏർപ്പാട് നടന്നു പോകണമെങ്കിൽ അള്ളാഹിനെ വിളിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് രക്ഷയില്ല. നേരെ മറിച്ച് മറ്റുള്ള നിലക്ക് മറ്റെന്തെങ്കിലും അവലംബിച്ച് പുതിയത് ആവിഷ്കരിച്ച് ആ മാർഗത്തിൽ നടന്നാലേ അത് കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ആചാരങ്ങളിൽ നബിയെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്ക് സ്നേഹമാണ്, പ്രവാചകരോട് ഞങ്ങൾക്ക് പിരിച്ചാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് റസൂലുള്ളാഹിയോട് തന്നെ നേർക്കുനേരെ പ്രാർത്ഥിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മുസ്ലിങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. ആരോട് ദുആ ചെയ്യണം, ആരോട് പ്രാർത്ഥിക്കണം, ആരോട് ദുആ ചെയ്യണം, ആരോട് പ്രാർത്ഥിക്കണം എന്ന ഈ ചോദ്യത്തിന് കിതാബ് ഓതിയിട്ട് ഞാൻ മറുപടി പറയാം, സഖാഫിയായിട്ട് ഞാൻ മറുപടി പറയാം. ഏതെങ്കിലും മുസ്ലിം പറയോ ആരോട് പ്രാർത്ഥിക്കണം, ആരോട് ദുആ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയണ ഏതൊരാൾ പറഞ്ഞൊരു യാഥാർത്ഥ്യം എന്താ? റബ്ബിനോട് ദുആ ചെയ്യണം, പടച്ചവനോട് പ്രാർത്ഥിക്കണം എന്നാണ്. എന്നാൽ ഈ സഖാഫിയോ അവർക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനേക്കാൾ വലിയ ഖുശൂഉം ആത്മാർത്ഥതയും വരിക സൃഷ്ടികളോട് ദുആ ചെയ്യുമ്പോഴാണ്. ഇല്ലേ? ഈ ഏലൂക്കര പ്രദേശത്ത് നിന്ന് പോലും നിന്റെ അറിവ് ശരിയാണെങ്കിൽ വാഹനത്തിൽ ആളെ കയറ്റിയിട്ടാ കൊണ്ടുപോയത്. പാതിരാത്രിയിൽ വിശുദ്ധ റമദാനിന്റെ 27 രാവിൽ കൂരിക്കുഴിയുടെ പറമ്പിൽ കൊണ്ടുപോയി നിർത്തി, കുഴിയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതിന് പകരം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം പടപ്പുകളോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഇവിടെ പ്രസംഗിച്ച് ഈ സക്കാൽ പുറകിൽ നിന്നിട്ട് ആടുകയാണ്, പുറകിൽ നിന്നിട്ട് ആടുകയാണ്. ഞാൻ വെറുതെ പറയല്ല, കണ്ടോളൂ നിങ്ങൾ ആ ഭാഗം.
തങ്ങള്. ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കണം തങ്ങള്. ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്. നിങ്ങളോട് സ്നേഹമുള്ള തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്. സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്. കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്. കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്. പൂർണ്ണചന്ദ്രൻ 2 പിളർപ്പാക്കിയ തങ്ങള്. ഇത്രയോ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്. ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്. റഊഫായ തങ്ങള്. റഊഫായ തങ്ങള്. റഊഫായ തങ്ങള്. റഊഫായ തങ്ങള്. സാധുക്കളാണ് തങ്ങള്. സാധുക്കളാണ് തങ്ങള്. കൈവടിയല്ല തങ്ങള്. സാധുക്കളാണ് തങ്ങള്. രക്ഷിക്കണ തങ്ങള്. ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്. ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്. അത് വലിയ വളർമയുള്ള തങ്ങള്. സ്നേഹിച്ച തങ്ങള്. ഔദാര്യപടിയ തങ്ങള്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്. തങ്ങള് അവരുടെ തങ്ങള്. അവിടത്തേക്ക് വേണ്ടിയാണല്ലോ അല്ലാഹു പടച്ച തങ്ങള്. കണ്ടോ, വിശുദ്ധ റമദാന്റെ 27 രാവിലെ കൂലിക്കുഴിയുടെ കുഴിയിൽ നിന്നുകൊണ്ട് എല്ലാരും ദുആ ചെയ്യണത്. തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, പവറുടയ തങ്ങളെ, ഞങ്ങൾ കാണുന്നില്ല തങ്ങളെ, ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് കിട്ടാതെ പോകല്ല തങ്ങളെ എന്നൊരു തങ്ങള്. എന്നിട്ട് അള്ളാഹിനോട് ഇങ്ങനെ, നബിയോട് ഇങ്ങനെ ദുആ ചെയ്യാ, പ്രാർത്ഥിക്കാണ്. അത് പ്രാർത്ഥനയല്ല, ഇസ്തിഗാസയാണ്. ആരെ പൊട്ടിസാക്കുക? അത് സഹായിട്ടാണ്. ഒരു കാര്യം നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ആമീൻ എന്ന് പറഞ്ഞ എന്തിനാ? ഒരു കാര്യം പുറത്തു തന്നെ ആമീൻ എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താണ്? ഇസ്തിഗാസയാണ്. മുസ്ലിയാരെ ചായ ഉണ്ടോ? ആമീൻ. ചോറുണ്ടോ? ആമീൻ. അങ്ങനെ ആരെങ്കിലും പറയോ? ആമീൻ എന്ന് മനുഷ്യന്മാര് പറയുന്നത് എന്തിനാ? സാധാരണ എന്തിനാണ് ഇതൊക്കെ? കിതാബോധി ഞങ്ങൾ മറിഞ്ഞിട്ട് പറയണം. അറിയണ്ട. ബോധത്തോടെ നിന്ന് മനുഷ്യന്മാരെ ചിന്തിക്ക്. റബ്ബിന്റെ മുന്നിൽ, പടച്ചവന്റെ മുന്നിൽ ഒരാളുണ്ടാവൂല. റബ്ബിന്റെ മുന്നിൽ ഒരാളുണ്ടാവൂല. എനിക്ക് മനസ്സിലായില്ല, എനിക്ക് തിരിഞ്ഞില്ല എന്ന് റബ്ബിന്റെ അടുക്കൽ പറയാൻ കഴിയില്ല. കൃത്യമായി വ്യക്തമായി നമുക്ക് അവതരിപ്പിക്കണം. ആ മുസ്ലിയാർ, ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ ബാക്കിൽ നാടുണ്ട്. സാധുക്കളായ എത്രയോ ആളുകൾ അന്നത്തെ പരിശുദ്ധ റമദാനിന്റെ 27 രാവിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട ആ സമയത്ത് കട്ടപ്പാടത്ത് പോയി നിന്നിട്ട് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത ഈ ശിർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കുഫറിനെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ടോ? ഈസാ നബി വിളിച്ച് ദുആ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവര് പറയുന്നത് ഞങ്ങൾക്ക് ഈസാ നബിയോടുള്ള സ്നേഹമാണെന്നാണ്. പക്ഷെ ഈസാ നബി ഇഷ്ടപ്പെടുവോ? കന്യാ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, ആ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ദുആ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവര് പറയുന്നത് ഞങ്ങൾക്ക് ആ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം മറിയമിനോട് പ്രേമമാണെന്നാണ്, സ്നേഹമാണെന്നാണ്. പക്ഷെ മറിയം അലൈഹിസ്സലാത്ത് ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പൊ പിരിശത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്. മാത്രല്ല, ഇവിടെ സംഭവിച്ച മറ്റൊരു അത്ഭുതം ഇന്ന് വരെ ഞാനത് കേട്ടിട്ടില്ല, അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇവിടെ കേട്ട മറ്റൊരു അത്ഭുതം ഉണ്ട്. അതെന്താന്നല്ലേ? അത് ആ അത്ഭുതം സംഭവിച്ചത് മുസ്ലിയാർ പോലും അറിഞ്ഞിട്ടില്ല.